ഇറാൻ ഇസ്രായേൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ UAE-ക്കെതിരെയുള്ള ആക്രമണം ഇറാൻ ശക്തിപ്പെടുത്തി. അബുദാബി വിമാനത്താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരു മരണവും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UAE സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടയിലുണ്ടായ അവശിഷ്ടങ്ങൾ വീണാണ് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്, മരണവും സംഭവിച്ചിരിക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടെർമിനൽ 3 നേരെയായിരുന്നു ആക്രമണം. അതേസമയം വിമാനം റദ്ദാക്കിയത് മൂലം കുടുങ്ങിയവരുടെ ചിലവ് വഹിക്കുമെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ജബൽ അലി പോർട്ടിന് നേരെയും ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ ഇറാൻ 137 മിസൈലുകളും 209 ഡ്രോണുകളും UAE ലക്ഷ്യമാക്കി മാത്രം അയച്ചതായി UAE വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച വരെ UAE-യിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രാലയം റിമോട്ട് ലേണിംഗ് പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സംബന്ധിച്ച് തുർക്കി പ്രസിഡന്റ് അടക്കമുള്ളവരുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ടെലിഫോണിൽ സംസാരിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും അവയിൽ വീഴാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും സുരക്ഷിതമായ കേന്ദ്രങ്ങൾ തുടരാനും വിവിധ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. യുദ്ധത്തിൻ്റെ വാർത്തകൾ സംബന്ധിച്ച ഔദ്യോഗികമായ വേഷനുകളുമായി ഇനിയും ഷോർട്ട് ബുള്ളറ്റിനുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തും. എല്ലാവരും ജാഗ്രത പുലർത്തുക, സുരക്ഷിതരായി ഇരിക്കുക. നമസ്കാരം. NTV UAE to the world.